ഈ കൊച്ചെവിടെ പോയി? നിൽക്കുന്ന നിപ്പി കാണത്തില്ല. ഇതെന്തോന്ന് കൊളക്കോഴിയുടെ ജന്മോ? ചിലപ്പോ ഇവിടെ നിൽക്കുന്നതാണ്, ചിലപ്പോ അവിടെ നിൽക്കുന്നതാണ്, ചിലപ്പം വരുന്നതും പോകുന്നതും അറിയത്തില്ല. അമ്മൂമ്മയുടെ അടുത്ത് ആരും ഇല്ലെങ്കിലും അമ്മൂമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല അല്ലേ? ആരും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ലെന്നോ? അമ്മൂമ്മയുടെ അടുത്ത് ആരും ഇല്ലെങ്കിലും അമ്മൂമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഒന്ന് പോവച്ചേ. അമ്മൂമ്മ 8 മണിയാറായി, അടുപ്പൊന്നും പുകയുന്നില്ലല്ലോ. എന്തോന്ന് അടുപ്പൊന്നും പോകുന്നില്ലല്ലോന്നോ? ചില നേരത്തെ വർത്താനം കേട്ട് കഴിഞ്ഞ അമ്മച്ചിമാരെ പോലാന്നല്ലോ. ദേ കൊച്ചു കുട്ടി, അത് മറക്കണ്ട കേട്ടോ. ഞാൻ കൊച്ചുകുട്ടിയാണെന്നല്ലേ പറഞ്ഞേ. എനിക്ക് ഈ കൊച്ചുകുട്ടി ഒന്ന് എടുക്ക്. ഒന്ന് പോവച്ചേ അവിടുന്ന്. அம்மா சின்ன குழந்தை தானே, எடுக்க சொல்றாங்க, தூக்குங்கம்மா. പിന്നെ ഉള്ള വാവയല്ലേ എടുത്തോണ്ട് നടക്കാൻ. അമ്മൂമ്മയ്ക്ക് പറ്റത്തില്ലെങ്കിൽ പറ. എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട്. അമ്മൂമ്മയ്ക്ക് എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാ കിടന്ന് ഉരുളുന്നത്. அல்ல பாரு, அம்மாக்கு ரொம்ப தெம்பு இருக்கு. அம்மா எல்லாம் சிம்பிளா ஒண்ணு தூக்குவாங்க. தூக்குங்கம்மா. എന്നെ അങ്ങനെ അങ്ങ് കളിയാക്കൊന്നും വേണ്ട. എന്താ എടുത്തേ? വല്ലോടത്തും നടുവൊളുക്കി കിടക്കും, വെക്കാതിനെ താഴെ. എന്താണ് അമ്മൂമ്മയുടെ കുഴപ്പം? அம்மாக்கு குழப்பம் எல்லாம் இல்ல லட்சு, நாங்க சும்மா எரி ஏத்தினோம். அப்ப அம்மா பார்வை தூக்கிட்டாங்க. ഓഹോ, അപ്പൊ നിനക്കെന്നെ എവിടെങ്കിലും കിടത്താനുള്ള പരിപാടിയല്ലയോ? അമ്മ കണ്ടോ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാ അമ്മ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ഷോയ്ക്ക് വിളിച്ചോണ്ടിരിക്കും. ഷോ കാണിക്കാനാണെങ്കിൽ കനകാന്റെ കഴിഞ്ഞിട്ട് വേറെ ആളുണ്ട്, അതല്ലേ പറഞ്ഞിട്ടുണ്ടേ. അതൊക്കെ വിട്. ഇന്നും പുളിച്ച ദോശ ചമ്മന്തി സാമ്പാറും തന്നെ. இல்ல, இன்னைக்கு புட்டு, பயறு, பப்படம், பழம். பழம் நேத்துக்கு வாங்கினது. പുട്ടും പയറോ പൊളിച്ച്. നിനക്ക് എന്താടാ? ഇന്നും പുളിച്ച ദോശയും സാമ്പാറും ചമ്മന്തിയൊക്കെ തന്നെ. ആന്റി ഇന്നലെ രാത്രി തന്നെ മാവൊക്കെ മേടിച്ചു വെച്ച്. ഓ, മാവ് മേടിച്ചു വെച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. കടക്കാരന്മാരെ പറഞ്ഞാൽ മതിയല്ലേ. ആമാര് ദോശക്കുള്ള മാവും ഈ മാവ് എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാം കൂടെ കലക്കി കടയിൽ കൊണ്ടുവന്ന് വെക്കും. എല്ലാവരും കൂടെ മേടിച്ചോണ്ട് ഒന്ന് ചുട്ട് നമുക്ക് തരും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, പടവലത്ത് നിന്ന് ആട്ടുകല്ലും ഒരലും ഒക്കെ എടുത്തോണ്ട് വന്ന് ഇടിച്ചും ആട്ടിയും ഒക്കെ എല്ലാം ഉണ്ടാക്കി തരാം. ഓഹോ, ആ അതൊക്കെ പഴയൊരു കാലം അല്ലേ മൂമ്മ? ഇടയ്ക്ക് പഴയ കാലത്തോട്ടും ഇനി വരാൻ പോകുന്ന കാലത്തോട്ടും ഒക്കെ സഞ്ചരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. ടൈം ട്രാവൽ ആയിരിക്കും ഉദ്ദേശിച്ചേ. യെസ്. ടൈമിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ടൈം പോണ്. പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? ഇന്നലെ കുറച്ച് തുണി കഴുകാൻ പോവാന്ന് പറഞ്ഞപ്പോ എന്റെ 2 സാരിയും കൂടെ കൊണ്ടുവന്ന് പറഞ്ഞായിരുന്നു കഴുകാന്. കഴുകിട്ടായിരുന്നു. എന്താ മടി കാരണം ഞാൻ പിന്നെ അതങ്ങനെ നാളത്തേക്കാക്കി. അമ്മൂമ്മയുടെയും കൂടെ അലക്കാൻ പറഞ്ഞപ്പോ ചേച്ചിക്ക് മടിയായില്ലേ? ഞാൻ എന്റെ കൈ കൊണ്ടല്ലല്ലോ അലക്കണത്, മിഷേലിട്ടാ അലക്കണത്. പിന്നെന്താണ് കുഴപ്പം? அம்மா எங்கிட்ட சொல்ல வேண்டியதானே, நான் அலக்கி கொடுப்பேன்ல. கொடுங்கம்மா துணிய, நான் இப்பவே போய் செஞ்சு கொடுக்கறேன். கொடுங்க. അവിടെ നില്ല. എന്തിനാ ഇത്ര വെപ്രാളം? നിലത്തില്ലേ? കനകാന്റിയുടെ കാര്യം വല്ലാത്ത കഷ്ടം തന്നെ കേട്ടാ. കനകാന്റി ഞാൻ അറിയത്തിന് ചോദിക്കുകയാണ്, ആന്റി ശരിക്കും ഏത് കമ്പനിയുടെ മോട്ടറാണ് മേടിച്ച് വെച്ചേക്കണത്? പറഞ്ഞായിരുന്നെങ്കിൽ ഞാനോടൊന്നും മേടിച്ച് വെച്ചേനെ. എന്തൊരു പവർ. ஏசோ വാ ഇങ്ങോട്ട്. എത്ര നേരം വിളിക്കുന്നു? ഇങ്ങോട്ട് വാ. വിളിച്ചില്ലല്ലോ. ഓ, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞടി. നീ എന്നെപ്പോ വിളിച്ചേ? ചേട്ടനെ അല്ല, ഇങ്ങോട്ട് വാ. കട്ടിലടിക്കണം. ഓ, ഇതെന്തോ അത്? എന്തുവാടി? കിട്ടി. കിട്ടിപ്പോയി. എന്തോന്നടി? ഇതിനാണോ നീ ഇത്ര നേരം കട്ടിലടി കിടന്ന് വിളിച്ചോണ്ടിരുന്ന വാന്ന്? കുറച്ചു നാള് മുമ്പേ മേടിച്ചു തന്നത് എനിക്ക്. അയ്യോ, നിനക്ക് മേടിച്ചു തന്ന കളിപ്പാട്ടത്തിന്റെ കണക്കൊന്നും നമുക്ക് ഓർമ്മയില്ലേ? മേഡത്തിന്റെ എന്റർടൈൻമെന്റിന് മേഡം ഈ സാധനം എടുക്കും, ചിലപ്പോ പൊളിക്കും, ചിലപ്പോ ഇത് എവിടെയെങ്കിലും കൊണ്ട് കളയും. ഇത് തന്നെയല്ലേ എന്റെ പരിപാടി. കാറ് ഇവക്ക് ടോയ്സ് മേടിച്ചു കൊടുത്ത് എന്തോരും കാശാണ് ഞാൻ കൊണ്ട് കളഞ്ഞു. കോടികളാണല്ലോ കൊണ്ട് കളഞ്ഞത്. ഞാൻ ജനിച്ചപ്പോ എന്നെ കുളിപ്പിക്കാൻ വേണ്ടി ഒരു സോപ്പ് എങ്കിലും ചേച്ചി മേടിച്ചു തന്നിട്ടുണ്ടോ? പറയണ കേട്ടാ, ഞാനിത് കേക്കണം. അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങളും വെള്ളത്തിൽ വരച്ച വരയും ഒരേപോലെയാണ്. രണ്ടും കാണൂ. അവിടെ
നിർത്തടി തലക്കടിക്കും കേട്ടോ എന്നെ. ആ എടി നിന്റെ അല്ല എവളുടെ പാറു എവള് കാർ ഓടിച്ച് കളിക്കണ് ദേഹത്തോട് ഓടിക്കണെന്ന്. ആ ചട്ടടിക്കാൻ ചട്ടിട്ടടിക്കാൻ. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, എവക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാനേ ഓ ചെല്ലി ലച്ചു വെച്ചിട്ട് നിന്റെ തോട്ട് ഓടിച്ചു കളി. പോ ഞാൻ പോട്ട്. ചേച്ചി നമുക്ക് കളിക്കാം. ഇരിക്ക്. മാത്രമല്ല വേറെ കുറച്ച് ലൊട്ടിലെടുത്ത സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ അവിടെ അതൊക്കെ അവിടെ വെച്ചിരിക്കുന്നു. അതൊക്കെ എടുത്തോണ്ട് വാ. ഓക്കേ. പിള്ളേരോടെ കളിക്കാൻ പോയില്ല, പണിയില്ല. ബാ കളിക്കാം. പോയാ ഓ അവരൊക്കെ വലിയ ആൾക്കാരായാലും എന്നാ ചില സമയത്തോ കൊച്ചു പിള്ളേരെക്കാളും കഷ്ടം. അമ്മൂമ്മേ ബാ കളിക്കാം. അല്ല അമ്മൂമ്മ ഒരു കാര്യം നോക്കിട്ട് വരട്ടെ. വാ അമ്മൂമ്മ കളിക്കാം. അമ്മൂമ്മേ ഞാനൊരു കാര്യം നോക്കിട്ട് വരാം. അമ്മൂമ്മ ഞാൻ ഒറ്റയ്ക്കല്ലേ കളിക്കുന്ന, അമ്മൂമ്മയും കൂടെ വാ നമുക്ക് കളിക്കാം. പിന്നെ കളിക്കാൻ പറ്റിയ പ്രായമല്ലേ എന്റെ. വാ അമ്മൂമ്മ കളിക്കാം. അമ്മൂമ്മ കൊച്ചിന്റെ ഒരു കാര്യം, എനിക്ക് അടുക്കള ഒരുപാട് ജോലി കിടപ്പുണ്ട്. പറയുന്ന കേട്ട അമ്മൂമ്മയാ ജോലി ചെയ്യുന്നേന്നാ. കനേറ്റല്ലേ ജോലി ചെയ്യുന്നേ? ഇല്ല, ഞാൻ ഇവിടുത്തെ ഒരു ജോലിയും ചെയ്യുന്നില്ല. ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ സിനിമയും കണ്ടോണ്ടിരിക്കുക. അമ്മൂമ്മ അതൊക്കെ വിട്, ഇരുന്ന് നമുക്ക് കളിക്കാം. മക്കളെ അമ്മമ്മക്ക് ജോലിയുണ്ട് മക്കളെ. ജോലിയൊക്കെ വിട്, അമ്മൂമ്മ ഒന്ന് കളിക്കാം. വാ. എന്നാ പിന്നെ കളിക്കാം. 5 മിനിറ്റ് ഇരിക്കാം അമ്മൂമ്മ. കൊച്ചിന്റെ ഒരു കാര്യം ഇരുന്നു. ഇനി ഞാൻ എന്താ പോയി കാർ എടുത്തിട്ട് കളിക്കാം. കുഞ്ഞു കളിക്ക്. സ്പീഡിൽ പോന്നു. അതെ കളിച്ചു കളിച്ചു. ഇനി അമ്മൂമ്മ പോട്ടെ. അത് പറ്റത്തില്ല, ഇനി കൊറേ നേരം കളിക്കണം. അമ്മ പിടിക്കണേ. പിടിച്ചു 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 പിടിച്ചു. ഞാൻ അമ്മൂമ്മ പിടിക്കും. അമ്മ വിട്ടാൻ പോവാണ്. എല്ലാരും മാറിക്ക്. ഇപ്പൊ വണ്ടി പോവും. അമ്മമ്മ ഇതിന് സ്പീഡിൽ പോവും. ഓ കണ്ട അമ്മമ്മ പണ്ട് ഇതുപോലത്തെ കാറൊക്കെ വെച്ച് പണ്ട് കളിച്ചിട്ടുണ്ടോ? ഇതുപോലുള്ള കാറൊന്നുമില്ല, ഞങ്ങളും കാറൊക്കെ വെച്ച് കളിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ ഇതുപോലെ പോവാൻ പറ്റും. പിന്നെ ഇതുപോലെ ഉന്തിക്കൊണ്ട് നടക്കാൻ ആർക്കാ പറ്റാത്തെ? ഇങ്ങനല്ലേ ഞാൻ കാണിച്ചേ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്, അമ്മൂമ്മയും കൊച്ചുമോളും കൂടെ ആ മാവിന്റെ ചോട്ടിൽ പോയിട്ട് കാർ റേസ് അങ്ങ് നടന്നു. ലച്ചി ചേച്ചി വന്നല്ലേ, ഇനി അമ്മ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. ലച്ചു ചേച്ചി വന്നില്ലല്ലോ, ലച്ചു ചേച്ചി വഴിയേറ്റി വന്നതല്ലേ. ലച്ചു ഇങ്ങോട്ട് വാ. എന്നെ കൊണ്ടു പോയാ. ഇനി അമ്മ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. എന്നാ പിന്നെ കനേലിരിക്കും, നമുക്ക് രണ്ടുപേരും കൂടെ കളിക്കാം. எனக்கு கிச்சன்ல நிறைய வேலை இருக்கு பாரு. അയ്യോ നല്ല രസമായിരുന്നു. என்னம்மா சிரிக்கிறீங்க? ഓ, ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. என்ன பழைய விஷயங்கள்? പണ്ട് ചോനറത്തലയിലെ പടിഞ്ഞാറേക്കരയിലേ, അത് ഞങ്ങൾ അക്കരച്ചേരി എന്നാ പറയാറുള്ളത്. അവിടെ ഒരു രാമനാശാരി ഉണ്ടായിരുന്നു. ராமனாசாரியா? രാമനാശാരി. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ കാണാൻ വീട്ടിൽ വരും.
അദ്ദേഹം വീട്ടിൽ വരുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. എന്താണെന്നറിയാവോ, അദ്ദേഹം അവിടെ കിടക്കുന്ന തടി അതും ഇതുമൊക്കെ എടുത്തിട്ട് ഞങ്ങൾക്ക് വണ്ടി ഉണ്ടാക്കി തരും. വണ്ടിയാ? ആ വണ്ടി ഉരുട്ടിക്കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അതൊക്കെ ഒരു കാലം. அம்மா நீங்க அந்த வண்டி எல்லாம் உருட்டினதே நினைச்சிட்டு இருக்கீங்க. അത് പിന്നെ സ്വാഭാവികമാണല്ലോ. ചെറുപ്പം ആർക്കാരും അങ്ങനെ മറക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് കുട്ടിക്കാലം അല്ലേ അമ്മൂമ്മ? സുവർണ്ണ കാലമല്ലേ. നമ്മുടെ ഒരു അമ്മാവനെ മലേഷ്യ ജോലി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ലീവിന് വരും. ലീവിന് വരുമ്പോൾ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരും. അക്കൂട്ടത്തിൽ കളിപ്പാട്ടങ്ങളും കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്ന കൂട്ടത്തിൽ എനിക്കൊരു കൊച്ചു കാർ, ഇപ്പൊ പാറുവിന്റെ കയ്യിലിരിക്കുന്നില്ലേ, അതേപോലുള്ള ഒരു കൊച്ചു കാർ കൊണ്ടു തന്നു. അതിങ്ങനെ പുറകോട്ട് വലിച്ചിട്ട് മുന്നോട്ട് വിടുന്നൊരു കാറ് പറഞ്ഞിട്ടങ്ങ് പോകൂടാ. അത് ഞാൻ വിശ്വസിച്ച് എന്നെ മുന്നേ മുമ്പ് അങ്ങനത്തെ കാറൊന്നും വന്നില്ലായിരുന്നു. ആര് പറഞ്ഞില്ലെന്ന്? ഇവിടൊക്കെ വാങ്ങിക്കാൻ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. വിദേശത്തു നിന്നൊക്കെ ആൾക്കാർ വരുമ്പോ കൊണ്ട തരുമായിരുന്നു. ആണോ? ടെമ്പർ ചെയ്ത് വിടുന്ന കാറോ? പിന്നെ എവിടെ പോയിട്ട് വരണ കാർ ഓടിച്ചോണ്ട്? ഞാൻ മുംബൈയിലും ഡൽഹിയിലും പോയിട്ടിരിക്കുക. മുംബൈയിലും ഡൽഹിയിലും. ഓ, മുംബൈ എന്ന് പറയുമ്പോ നമ്മുടെ ഈ മാവിന്റെ അവിടെ, ഡൽഹി എന്ന് പറയുമ്പോ ഊഞ്ഞാലല്ലേ? ചേട്ടാ, അങ്ങനെയെങ്കിലും അവിടെ പോയെന്ന് പറഞ്ഞ് സമാധാനം കിട്ടും. മക്കൾ കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പോഴേ പഠിക്കാനായിട്ടോ ജോലിക്കായിട്ടോ ഒക്കെ ബോംബെയിലെ ഡൽഹിയിലെ വിദേശത്തൊക്കെ പോകാമല്ലോ. അങ്ങനെ നാടൊക്കെ ചുറ്റി കാണുക എന്ന് പറയുന്നൊരു ഭാഗ്യമല്ലയോ. അമ്മൂമ്മയുടെ ജീവിതമോ പാടത്തോ പറമ്പിലോ ഒക്കെ നടന്നിങ്ങനെ ജീവിച്ചു തീർന്നു. അമ്മ, എന്നാ പിന്നെ നമുക്ക് ബാംഗ്ലൂർ പോവാം. பாரு இந்த ஸ்பீட்ல போனா இப்ப பெங்களூர் எத்தும். അവള് ഓടിച്ച് കളിക്കട്ടെ. നീ കളിക്കണ മക്കളെ, ഇപ്പോഴല്ലേ പറ്റൂ. കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞാ കഥ പോവാ. എന്താ കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞാല് എന്ത് ചെയ്യാനും ഒരു മനസ്സുണ്ടെങ്കിൽ ഏത് പ്രായത്തിലും ചെയ്യാവുന്ന കാര്യമുള്ളൂ. അതത്രേ ഉള്ളൂ. മനസ്സുണ്ടെങ്കിൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ. അമ്മമ്മ, ഞാൻ ഓടിച്ച് മതിയായി. അമ്മൂമ്മ ഇനി ഓടിയില്ലേ? അമ്മൂമ്മ ഓടില്ലേ, നമുക്ക് ബാംഗ്ലൂർ വരെ പോകണല്ലേ, മൈസൂർ വരെ ആയുള്ളൂ അല്ലേ മക്കളെ? അത് തന്നെ. അമ്മൂമ്മ ബാക്കി ഓടി, തിരിച്ചു വരുമ്പോ ഫുള്ള് ഞാൻ ഓടിച്ചോളാം. അതൊക്കെ ഞാൻ ഓടിച്ചോളാം. ഇതൊക്കെ എന്തോന്ന്? അമ്മൂമ്മ, പതുക്കെ ഓടിക്കണേ. എന്തേ? മറിഞ്ഞൊന്നും വീഴരുത്. ഇല്ല, നമ്മളിങ്ങനെ വെട്ടിച്ച് തിരിച്ചൊക്കെ കൊണ്ടുപോകത്തില്ലേ? ഓ അങ്ങനല്ല, നമ്മളിങ്ങനെ പോകുമ്പോ മക്കളെ പറഞ്ഞ ഇങ്ങനെ പോകുമ്പോ നോക്കണം, ഇത് ചാടി വരും. ஸ்கிட் ஆச்சு நினைச்சேனா ക്ലാസ് ലാൻഡ് ആയി പോയി. വണ്ടി കയറണില്ല. വണ്ടി കയറും. വീണ വണ്ടി അങ്ങനെ കയറും. അവിടെ വണ്ടി കയറണില്ല. കാര്യമില്ല. ഓടുന്നില്ലല്ലോ. അതെ, ഓടുന്നില്ല. എഞ്ചിൻ ഹീറ്റ് കംപ്ലൈന്റ് ആയി. വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണമല്ലോ. വർക്ക്ഷോപ്പിലൊന്നും കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് ശരിയാക്കാവുന്നതേ ഉള്ളൂ. ആണോ? എന്താ? എന്നാ ഞാൻ ശരിയാക്കാം. കനാണ്ടേ വേണ്ട, പാറുവേ ആ ചെറിയൊരു സ്പാൻഡർ ഇടാം. എവിടെ? എന്നാ പാറിന്റെ ക്രിയേറ്റിവിറ്റി. ஏய் கேசு என்னடா செய்யற நீ? പണി ചെയ്യുന്ന കണ്ടില്ലേ? കഴിഞ്ഞോ? നോക്കണോ? ആ, ഇനിയിപ്പോ യാത്ര മുടക്കണ്ട. നമുക്ക് യാത്ര തുടരാം. കുറെ സമയം ഇങ്ങനെ അങ്ങ് പോയില്ലേ? അമ്മൂമ്മ ഓടിക്ക്. ഞാൻ തന്നെ ഓടിക്കാനോ? ഓ മൂടല്. ഓക്കെ, എല്ലാരും കേറ്. சரி
Go back. Don't touch me. അമ്മൂമ്മ Don't call me അമ്മൂമ്മ. അമ്മൂമ്മ കിമ്മൂമ്മ. ആൾക്കാർ കേട്ട നാണക്കേടാണ്. സില്ലി ബോയ്. From where you are coming right now? ഇതൊന്ന് എവിടെന്നാ വരുന്നേന്ന്? ഞാൻ ചോനറത്തലേന്ന് ഒരു മീറ്റിംഗിന്റെ ആവശ്യത്തിന് വൈറ്റില വരെ വന്നതാണ്. നല്ല കാറില്ല, അമ്മൂമ്മയുടെ കാറാണോ? Stay away. പുതിയ കാറാണ്. തൊട്ടാൽ പോറൽ വീഴും. അമ്മൂമ്മ, നമുക്ക് ഈ കാറിൽ കയറി വാഴക്കാല വരെ പോണ്ടേ? ഞാൻ പറഞ്ഞു അമ്മുമ്മ കുമ്മുമ്മ എന്ന് വിളിക്കരുതെന്ന്. നാട്ടുകാർ കേട്ടാൽ എനിക്ക് നാണക്കേടാണ്. എനിക്ക് നിങ്ങളെ കൊണ്ടൊന്നും കറങ്ങാൻ സമയമില്ല. എനിക്ക് ബിസിനസ് ആവശ്യങ്ങൾക്കായി ബോംബെ, ഡൽഹി, ഹൈദരാബാദ്, മണീട്, പിറവം, പാഴൂര് പോകണ്ടെന്ന് ആവശ്യമുണ്ട്. ഞാനൊരു ബിസിനസ് ലേഡിയാണ്. നിർഭാഗ്യവശാൽ നിങ്ങളുടെ അമ്മൂമ്മയായി അല്ല, നിങ്ങളുടെ ഗ്രാൻഡ്മ ആയി. All of you get out. I am going to ചോനറത്തല. Bye. എന്തോ നോയിക്കൊണ്ടിരിക്കാ, വഴിന്ന് മാറി നിക്കടോ. അമ്മ എന്നമ്മാ എന്താ നാ ചെയ്ത്? ഞാൻ നല്ലൊരു സ്വപ്നം കണ്ടോണ്ടിരിക്കുന്നു, വന്ന് നശിപ്പിച്ച് കളഞ്ഞത്. എന്തോന്ന് അയ്യോ, நான் ஒன்னும் செய்யலம்மா. ഒന്നും ചെയ്തില്ല. கனவுல டிரைவிங் செஞ்சிட்டு இருந்தாங்க, திட்டுறாங்க. നല്ലൊരു വണ്ടി ഞാൻ നല്ല സ്പീഡിൽ ഓടിച്ചോണ്ട് പോന്നു, എന്നാ കൺട്രോളും ഉണ്ട്. ഞാനിങ്ങനെ വണ്ടി ഓടിച്ചു പോന്ന കണ്ടിട്ടേ വലിയ വലിയ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കി തൊഴുതോണ്ടിരിക്കുന്നു. ഏത് വണ്ടിയാ ഓടിച്ചേ? അതറിഞ്ഞൂടാ. വണ്ടി ഓടിച്ച് എവിടെ വരെ പോയി? വണ്ടി ഓടിച്ചോ? വണ്ടി ഓടിച്ച് ഞാനങ്ങ് വാഴക്കാല വരെ പോയി. വാഴക്കാല വരെ പോയോ? ലച്ചു, ഞാൻ വിചാരിച്ച എനിക്കിപ്പോഴും വണ്ടി ഓടിക്കാൻ പറ്റത്തില്ലയോ? പിന്നില്ലേ, ഇവിടെ 100 വയസ്സായ ആൾക്കാരെ വണ്ടി ഓടിക്കാൻ പഠിക്കണം. പിന്നെ അതാരാ 100 വയസ്സായവര്? അതിശോക്തി പറഞ്ഞേടേ, വിട്, ക്ഷമിച്ച് വിട്. അമ്മൂമ്മ അമ്മൂമ്മ വിചാരിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. പുഷ്പം പോലെ പറ്റും അമ്മൂമ്മേ. ഒരു മാസം ഡ്രൈവിംഗ് സ്കൂളിൽ പോയാ മതി. പിന്നെ അമ്മൂമ്മക്ക് ഇപ്പൊ ഇത്രയും പ്രായമൊക്കെ ആയതുകൊണ്ട് ചിലപ്പോ ഒരു 2 മാസമൊക്കെ പിടിക്കുമായിരിക്കും, അത്രേ ഉള്ളൂ. പക്ഷെ കുഴപ്പമൊന്നുമില്ല, അമ്മൂമ്മക്ക് അത്യാവശ്യം ആരോഗ്യമുണ്ട്, കണ്ണും നന്നായിട്ട് കാണുകയൊക്കെ ചെയ്യും. പിന്നെ പൊളിക്കും. നമ്മൾ വണ്ടി പഠിക്കാൻ പോകുമ്പോഴേ സ്വന്തമായിട്ടൊരു കാർ ഉണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമല്ലയോ? എളുപ്പമാണ്. നമ്മളൊരു കാർ മേടിക്കുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? കാറ് മേടിക്കുന്നതിനെ പറ്റി നല്ല അഭിപ്രായമാണ്. വീടാകുമ്പോഴത്തേക്ക് ഒരു വണ്ടിയൊക്കെ ഉള്ളത് നല്ലതാണല്ലോ. പിന്നെ ഇപ്പൊ പഴയതുപോലെ കാറ് മേടിക്കാൻ അത്ര വലിയ ചടങ്ങൊന്നുമില്ല, സിമ്പിൾ പരിപാടിയാ, പെട്ടെന്ന് കാര്യം കഴിയും. നമ്മൾ വിചാരിച്ച ഒരു കാർ മേടിക്കാൻ പറ്റത്തില്ലയോ? പറ്റില്ലോ, സിമ്പിൾ ആയിട്ട് പറ്റും. എന്നാ പിന്നെ നമുക്ക് നല്ലൊരു കാർ മേടിച്ചാലോ? കാര്യമായിട്ട് പറഞ്ഞതാണോ അതോ? ഈ വക കാര്യങ്ങളൊന്നും ഞാൻ തമാശ പറയാറില്ല. അല്ല, അമ്മൂമ്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ ഒരു കാർ മേടിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇല്ല, യാതൊരു കുഴപ്പമില്ല. എന്നാ പിന്നെ കാശൊന്നും നോക്കണ്ട, നമുക്കൊരു കാർ അങ്ങ് മേടിക്കാം. കാർ മേടിക്കാൻ വന്നേ. ചേട്ടാ, വണ്ടി ഏതാ മേടിക്കുന്നതെന്ന് തീരുമാനിച്ചോ? മക്കളെ, ഇതങ്ങനെ ചാടിക്കേറി എടുക്കേണ്ട തീരുമാനമൊന്നുമില്ല. കാറാണ് കാറ്. നമ്മൾ ഫസ്റ്റ് കാറിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പഠിക്കണം.
പഠിച്ചില്ലെങ്കിൽ നമുക്ക് പണിയെടുക്കും. പണി കിട്ടും. ചേട്ടാ ഓ ഈ കാർ കൊള്ളാം, നമുക്ക് ഇത് മേടിക്കാം. ഇതാണോ യെസ് റോൾസ് റോയ്സ് യെസ്. മേടിക്കാൻ? ഒക്കോണം. എന്താ മേടിച്ച? ഭയങ്കര വിലയാണ് അതിനൊക്കെ. டேய் கேசோ என்னாச்சுடா? வண்டி செலக்ட் பண்ணியாச்சா? ഓ സെലക്ട് ചെയ്തോ, പുറത്ത് കിടക്കണം, മേടിക്കുകയും ചെയ്തു. ஐயோ நான் பார்க்கவே இல்ல. കനകാന്റി ഇങ്ങനെ ചാടിക്കയറി എടുക്കാൻ പറ്റുമോ? ഇത് ഇല്ലല്ലോ. ഫസ്റ്റ് തീരുമാനിക്കണേ എന്താണ് ഏതാണെന്നൊക്കെ നോക്കട്ടെ. ചേട്ടാ ആകെപ്പാടെ ഈ വീട്ടില് കാറിനെ കുറിച്ച് കുറച്ച് ബോധവും വിവരവും ഒക്കെ ഉള്ളത് എനിക്കായി പോയി. അതെന്റെ തെറ്റാണോ? டேய் கேசு, நம்ம வண்டி வாங்கும்போது பெரிய வண்டியா வாங்கணும். அப்பதானே நம்ம எல்லாருக்குமா சேர்ந்து போக முடியும். அப்படியே நம்ம மதுரைக்கு போனோம், படவலம் போனோம், எல்லா இடத்துலயும் சுத்தி பார்த்துட்டு வரணும். ലച്ചേ എന്തായി കാര്യങ്ങള്? സാറിനെ ഏൽപ്പിച്ചിട്ടുണ്ട് വണ്ടീനെ പറ്റി ഒന്ന് ചെക്കൗട്ട് ചെയ്യാൻ. എന്തായി എന്ന് ചോദിച്ചാല് അല്ലേ ചേച്ചി, നമ്മള് ഈ കാർ എടുക്കുമ്പോ നമ്മൾ ഫസ്റ്റ് അതിന്റെ എഞ്ചിന്റെ കാര്യം നോക്കണം. എഞ്ചിൻ ഏതാണ്, എത്ര CC എഞ്ചിനാണ്, അത് ഇതൊക്കെ നോക്കണം. പിന്നെ ടയർ ഇനിയിപ്പോ ഡയമണ്ട് കട്ട് വേണോ, അത് വേണോ, ഇത് വേണോ അതൊക്കെ നോക്കണം. പിന്നെ റിയർ വ്യൂ മിറർ. നമ്മുടെ ഈ വീട്ടിലേക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ പോവാൻ പറ്റുന്ന ഒരു കുഞ്ഞു വണ്ടി അത് സജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. എല്ലാവർക്കും കൂടെ പോവാൻ കുഞ്ഞു വണ്ടി നല്ല കളറായിരിക്കണം. പിന്നെ മഞ്ഞ, നീല, വെള്ള, ചുവപ്പ് ഇതൊന്നും വേണ്ട. മഞ്ഞ, നീല, വെള്ള, ചുവപ്പൊന്നും വേണ്ടെങ്കിൽ കറുപ്പ് എടുക്കാം. കറുപ്പ് വേണ്ട. തത്തപ്പച്ച ആയാലോ? അയ്യേ തത്തപ്പച്ച കൊള്ളൂല. എന്നാ പിന്നെ ചാണകപ്പച്ച എടുക്കാം. അയ്യേ ചാണാപ്പച്ച. ஜமந்தியோட கலர் எடுத்தாலோ? ജമന്തി കളറ്, ചെമ്പരത്തി കളറായാലോ? ഒരു സെൻസും ഇല്ലാതെ വന്ന് നിൽക്കുന്നുണ്ടില്ലേ? കളർ സെൻസ് സാധനമില്ല. കണ്ട ഇപ്പൊ കളർ സെൻസിന്റെ കാര്യം വിട്. എന്നിട്ട് ബഡ്ജറ്റ് പറ. ലച്ചേ പറ, ബഡ്ജറ്റ് പറ. അമ്മൂമ്മയുടെ വണ്ടിയല്ലേ അമ്മൂമ്മ പറ. എന്റെ വണ്ടി പെണ്ണിന്റെ ഒരു കാര്യം. മക്കളെ ഓ എത്ര ലക്ഷം രൂപയൊക്കെ ആവുമായിരിക്കും ഒരു വണ്ടിക്ക്? നമുക്ക് അങ്ങനെ പോയാലും ഇത്രയും പേർക്ക് ഇരുന്ന് പോകണ്ടേ? ഇപ്പോ മിനിമം ഒരു 7 സീറ്ററെങ്കിലും വേണ്ട വരും. 7 പേർക്ക് ഇരുന്ന് പോകാൻ പറ്റുന്ന വണ്ടി അതെങ്കിലും വേണ്ട വരുമല്ലോ. അതിന് ഒരു 10, 12, 15 രൂപ അടുത്ത് വരും. 15 ലക്ഷം. 15 ലക്ഷം. ഇപ്പൊ ഡൗൺ പേയ്മെന്റ് ആയിട്ട് നമ്മളൊരു 5 ലക്ഷം രൂപ അടച്ചെന്നിരിക്കട്ടെ. മാസം ഒരു 15,000 രൂപ EMI വരും. 5 ലക്ഷം രൂപ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 15,000 രൂപ കൊടുക്കണോ? അത് വലിയ കുഴപ്പമില്ലാതെ അടഞ്ഞു പോവുക അമ്മൂമ്മ. നമുക്ക് പടവലത്തെ വല്ല തേങ്ങയോ വല്ല റബ്ബറോ വല്ല കുരുമുളകൊക്കെ വിറ്റ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അടഞ്ഞു പോകുമല്ലോ. ആണെങ്കിൽ 2 തേക്ക് വെട്ടി വയ്ക്കുക. ആണ് സിമ്പിള്. അല്ല ചുമ്മാ പറഞ്ഞത്, അടച്ചു പോവാം. അപ്പൊ അങ്ങനെയാണെങ്കിലേ ഈ 5 ലക്ഷം രൂപ കൊടുക്കുന്നതിന്റെ കൂട്ടത്തില് ഒരു 5 ലക്ഷം രൂപയോട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ചടച്ചാ പോരെ? 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപ കൊടുത്താലേ? അല്ല അതിന് അമ്മൂമ്മയുടെ 10 ലക്ഷം ഒക്കെ എടുക്കാനുണ്ടോ? എന്റെ കയ്യിൽ എവിടുന്നാ? ലച്ചുവിന്റെ കയ്യിലില്ലേ? എന്റെ കയ്യില. നീയല്ലേ കാറ് മേടിക്കുന്നേ, അപ്പൊ നീയല്ലേ കാശ് കൊടുക്കണ്ടേ? അമ്മൂമ്മക്കല്ലേ വണ്ടി ഓടിക്കാൻ പഠിക്കാൻ വേണ്ടി വണ്ടി വേണ്ടത്. അപ്പൊ അമ്മൂമ്മ വേണ്ടേ മേടിക്കാൻ? എന്റെ കയ്യിൽ എവിടുന്നാ? നീയല്ലേ കാശ് കൊടുക്കണ്ടേ? അപ്പൊ പിന്നെ എന്റെ കയ്യിൽ എവിടെന്നാ? അപ്പൊ എന്റെ കയ്യിൽ അവിടെ കണ്ടിരിക്കുന്നോ? അത് ശരി. അപ്പൊ ഞാൻ വണ്ടി മേടിക്കുമെന്ന് വിചാരിച്ചായിരുന്നല്ലേ ഈ ചർച്ച മൊത്തം? പിന്നല്ലാതെ. പിന്നെ എന്റെ തലയ്ക്ക് ഓളല്ലേ. 10 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റും കൊടുത്ത് അതിന് മാസാമാസം അതിന്റെ EMI അടച്ച് എന്നിട്ട് അമ്മൂമ്മയ്ക്ക് വണ്ടി ഓടിക്കാൻ പഠിക്കാൻ പ്രാക്ടീസ് ചെയ്യാൻ ഇത്രയും വില കൂടിയ വണ്ടി. ഇനി മേലെ മാത്രം സ്വപ്നം കൊണ്ടോണ്ട് വന്നാണ്ടല്ലോ. എന്നിട്ട് ലച്ചു മേടിക്കും പോലും ഇരിക്കുന്നു ലച്ചുവിന്റെ കയ്യില്. ഞാൻ കരുതി അവള് മേടിക്കുമായിരിക്കുമെന്ന്. അമ്മമ്മ അപ്പൊ നമ്മളെ കാറ് മേടിക്കുന്നില്ലേ? പിന്നെ ഇത്രയും വില കൊടുത്ത് കാറ് മേടിക്കാനേ എന്റെ തലയെ കൂടെ വണ്ടി ഓടുന്നു. கார்ல ஏறி மதுரையில போலாம்னு நான் சும்மா ஆசிச்சேன். வேஸ்ட். കാണിച്ചല്ലേ നമുക്കേ
നമുക്ക് ഈ ലക്ഷറി കാരേ പറഞ്ഞിട്ടുള്ളൂ. നീ വണ്ടി കയറ്. യെസ്